ഹായ് വെൽക്കം ടു മിനി ഗാർമെൻറ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗൗൺ മോഡൽ ഉടുപ്പുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഇതിന് പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നുമില്ല, നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. ഇത് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, പ്ലീറ്റ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോക്കിൻ്റെ താഴെ ഭാഗമാണ്. ഫ്രോക്കിന് അല്പം കൂടുതൽ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ പീസും കൂടെ. ഇത് ഫ്രോക്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലൈനിങ് ആണ്. ഇതിൻ്റെ അകത്താണ് പ്ലീറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഫ്രോക്കിന് എക്സ്ട്രാ ഒരു ഇതും കൂടെ കൊടുക്കുന്നുണ്ട്, പ്ലീറ്റ് വെച്ചുകൊണ്ട് തന്നെ. ഞാൻ ഈ പീസ് എടുക്കുന്നത് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലായിട്ട്. ആദ്യം ഇതൊന്ന് റിബൺ പോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു റോസ് ഫ്ലവറാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ശരിയാവുമെന്നറിയില്ല. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാക്ക് ഭാഗമാണ്, അതെങ്ങനെയെന്ന് നോക്കാം. ബാക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, സിമ്പിളാണ്. ഫ്രണ്ട് ഭാഗത്തിൻ്റെയും അതുപോലെ ബാക്ക് ഭാഗത്തിൻ്റെയും ഓരോ അറ്റം ജോയിൻ ചെയ്യുക. കാരണം അത്
നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രോക്കിൻ്റെ താഴെ ഭാഗം തയ്ച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇതൊരു സ്ലീവ്ലെസ് ഫ്രോക്കാണ്, അതുകൊണ്ട് ഇതിന് വള്ളിയാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തയ്യൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.